ശ്രീ ഷിബു അബൂബക്കറിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീ ഷിബു അബൂബക്കറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ സ്നേഹ, ബഹുമാന, ആദരവ് നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ അൽഫാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെയും സിസ്റ്ററിൻ്റെയും സ്നേഹാഭിവാദനങ്ങൾ. നമ്മളിന്ന് കഴിഞ്ഞ 10-15 വർഷമായി ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗത്തെ ചേർത്ത് നിർത്തുക എന്ന അചഞ്ചമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ഓണക്കിറ്റ് വിതരണത്തിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ഈ വർഷം മംഗലപുരം, അണ്ടൂർക്കോണം, അഴൂർ പഞ്ചായത്തുകളിലെ 2000-ഓളം BPL കുടുംബങ്ങൾക്കാണ് നമ്മൾ കിറ്റ് വിതരണം നടത്തുന്നത്. ഇതിൻ്റെ ടോക്കൺ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയുണ്ടായതിൽ ആദ്യമേ തന്നെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതൊക്കെ തന്നെയും ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വരും വർഷങ്ങളിൽ അതിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട്, അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ക്രമീകരിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നുകൂടി അറിയിക്കുകയാണ്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ദിനങ്ങൾ നമ്മൾ അയറക്കുന്ന ഒരു ആഘോഷവേളയാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവമായി നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ 2000 തികച്ചും അർഹരായ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാനേറെ കൃതാർത്ഥനാണ്, സന്തോഷവനാണ്. അതിന് സാധിച്ചതിന് ദൈവത്തിന് സ്തുതി പറയുന്നു. ജഗദീശിന് നന്ദി, അൽഹംദുലില്ലാ. അൽഫാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയും സിസ്റ്ററിനെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ 10-25 വർഷമായി സ്റ്റാർട്ടിങ് ആസ് എ റീറ്റെയിലർ, ദെൻ ടേൺ ടു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, മാനുഫാക്ചറിങ്, ബ്രാൻഡിങ്, ഇൻ്റർനാഷണൽ ബ്രാൻഡിങ്, അങ്ങനെ ഒരു ടോപ്പ് സ്റ്റേജിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ പിച്ചവെക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. കാര്യം സിസ്റ്റർ എന്ന ബ്രാൻഡ് ജനിച്ചിട്ട്, അല്ലെങ്കിൽ ആ കുട്ടി ജനിച്ചിട്ട് 3 വർഷമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് പിച്ചവെപ്പിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടായിട്ടും ഈ വർഷവും നമ്മളെ പ്രതീക്ഷിച്ച് കുടുംബങ്ങൾ, അമ്മമാർ ഇരിക്കുന്നു എന്നുള്ള ആ മാനുഷ്യപരമായ ഒരു പുണ്യകർമ്മം ഓർത്തുകൊണ്ടാണ് ഇപ്രാവശ്യവും നമ്മൾ ഈ കെട്ടിക്രമീകരിച്ചത്. വാസ്തവത്തിൽ എന്നെപ്പോലെയുള്ള വ്യവസായികൾ രാജ്യ പുനർനിർമ്മിക്കും രാജ്യത്തിൻ്റെ നിർമ്മാണത്തിനും നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. ഒട്ടേറെ കുടുംബങ്ങൾ ജീവിക്കാൻ, ഒട്ടേറെ പേരെ ചേർത്ത് നിർത്താൻ ഞാൻ നിമിത്തമായി എന്ന് മാത്രം കരുതുന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ നിമിത്തമാക്കി. പക്ഷെ നമ്മൾ ഈ വ്യവസായങ്ങൾ ചെയ്യുന്ന ഈ രാഷ്ട്ര നിർമ്മാണ പുരോഗതിയിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ എഫർട്ട്, 16 മണിക്കൂർ പണിയെടുത്ത് നമ്മൾ കാണിക്കുന്ന എഫർട്ടിൻ്റെ, ഇൻവോൾവ്മെൻറ്റിൻ്റെയൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള വിശിഷ്ടാതികൾ ഉൾപ്പെടെയുള്ളവർ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യവും ലോകവും പരിശോധിച്ചാൽ ആദിമ സംസ്കാരമായ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം മുതൽ ചൈനീസ് ഡെവലപ്മെൻറ്റ്സ് വരെയും വ്യവസായ വാണിജ്യ പുരോഗതിയിലൂടെയാണ് വികസിച്ചിട്ടുള്ളതും പേരെടുത്തിട്ടുള്ളതും വളർന്നിട്ടുള്ളതും. അപ്പോൾ വ്യവസായികളെയും, അല്ലെങ്കിൽ രാജ്യത്തിന് പുനർനിർമ്മാണത്തിന് തൊഴിൽ നൽകുന്ന, ഉപജീവനം നൽകുന്നവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും, അങ്ങനെ ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും രാജ്യം ഭരിക്കുന്നവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഞാൻ ഈ അവസരത്തിൽ അത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എൻ്റെ മനസ്സിലുണ്ട്. അത് തികച്ചും മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, മതേതരത്വത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പം ഒരു സംഘാടകൻ, അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാനുഷികപരമായി ഉണ്ടാകാവുന്ന വീഴ്ചകൾ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യലാണ് എൻ്റെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഞാനേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ വാസ്തവത്തിൽ പ്രതീക്ഷിക്കുന്നത്.
അത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിവേ, നമ്മുടെ ഈ ഫംഗ്ഷന് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിത പ്രമാണങ്ങൾ, എൻ്റെ എത്തിക്സ്, പോളിസീസ്, എൻ്റെ ആദർശങ്ങൾ അതിലണുകിട വിട്ടിച്ച് ചെയ്യാൻ അന്നും ഇന്നും നാളെയും ഒരുക്കമില്ല എന്ന് ഒരിക്കൽ കൂടി ഉറച്ചു പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുകയാണ്. അപ്പോൾ എത്തിച്ചേർന്ന എല്ലാവർക്കും, നമ്മുടെ സന്തോഷത്തിൽ പങ്കേറുന്ന എല്ലാവരോടും ഉള്ള സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷനെ ധന്യമാക്കാൻ നമ്മുടെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ വളരെ കാലത്തെ ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തും രാഷ്ട്രീയ രംഗത്തെ അധികായകനും നമ്മുടെ നാട്ടുകാരനും ഒക്കെയായ ബഹുമാനപ്പെട്ട MP കൊടിക്കുന്നിൽ സുരേഷ് അവറുകളാണ്. അദ്ദേഹം എന്നെ സംബന്ധിച്ച് ജ്യേഷ്ഠതുല്യനാണ്. നമ്മുടെ എല്ലാ പരിപാടികൾക്കും, എൻ്റെ എല്ലാ വളർച്ചയ്ക്കും വളരെ ചെറുതിൽ തന്നെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ അൽഫാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കും സിസ്റ്ററിനും വേണ്ടി വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഏറെ തിരക്കുകൾക്കിടയിലും ഞങ്ങൾ വളരെ കുറച്ചു കാലമായി പരിചയപ്പെട്ടിട്ടുള്ളെങ്കിലും വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമസ്ഥനെന്ന് ഞാൻ വിശ്വസിക്കുന്ന വളരെ നല്ലൊരു മനുഷ്യസ്നേഹിയായ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീ V. മുരളീധരൻ അവറുകളാണ് രണ്ടാമതായി ഞാൻ സ്വാഗതം ചെയ്യേണ്ടത്. ഏറെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം വളരെ തിരക്കുകളുള്ള മനുഷ്യനാണെങ്കിലും നമ്മുടെ ഈ ഫംഗ്ഷൻ എത്തിച്ചേർന്ന് നമ്മളെ സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള MLA-മാരായിട്ടുള്ള ശ്രീ കടാമ്പള്ളി സുരേന്ദ്രൻ, ശ്രീ V. ശശി, ശ്രീ പ്രശാന്ത് MLA എന്നിവരെയും ഈ ബ്ലോക്ക് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ അണ്ടൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജലീൽ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗർ ശ്രീ തോന്നയ്ക്കൽ ജമാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. KPCCയുടെ മെമ്പറും സിൻഡിക്കേറ്റ് മെമ്പറുമായ ശ്രീ അഖിലിനെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൊച്ചാപ്പ കൂടിയായ മുൻ MLA-യും നമ്മുടെ കുടുംബക്കാരനും ഒക്കെ ആയ, ഞാൻ വിട്ടുപോയത് പുള്ളി ഇപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ ഫംഗ്ഷനൊന്നും പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് തന്നെ വരും ആദ്യമേ. അദ്ദേഹത്തിനെ പറ്റി ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ പ്രമുഖ വ്യക്തിത്വവും നിറഞ്ഞു നിന്ന നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഏത് ഫംഗ്ഷൻ എടുത്താലും MAV എന്ന 3 അക്ഷരം മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. അക്ഷരം അതിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ മായ്ക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. എന്തായാലും വളരെ നാളുകൾക്ക് ശേഷം ഈ ഫംഗ്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുള്ള സന്തോഷവും സ്നേഹവും ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. താങ്ക് യു. അദ്ദേഹം വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ എല്ലായ്പ്പോഴും എത്തിച്ചേരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മുല്ലശ്ശേരി മധുവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രീ KS അജിത് കുമാർ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലായ്പ്പോഴും ഉള്ള പ്രിയ സുഹൃത്ത് ശ്രീ KS അജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച മുനീറിനെ KPCCയുടെ വൈസ് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് KSCSFI കളിച്ച 2 പേര് സ്റ്റേജിലുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. മുനീറിനെ പോലെ തന്നെ ജയേന്ദ്രൻ, പുള്ളിയും ഇവർ 2 പേരും KSCയിലും ഞാൻ SFIയിലും ആയിരുന്നു കോളേജിൽ. പക്ഷേ ഞങ്ങളുടെ ആ ബന്ധം, സ്നേഹം ഇപ്പോഴും ദൃഢമാണ്. രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു സ്നേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ജയന്തനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മൻസൂറാക്ക, എപ്പോഴും കൂടെ ഉള്ള മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, പുള്ളിയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രാജേഷ് എപ്പോഴും കൂടെ ഉണ്ട്. രാജേഷിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടയങ്ങുളം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോയി അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. സുഹൃത്തിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഷായിയൊക്കെ സ്വാഗതം പറയേണ്ട നമ്മളൊക്കെ കുടുംബാംഗമാണ്, എങ്കിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന മീഡിയ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, എൻ്റെ വെൽവിഷേഴ്സ്, പ്രിയപ്പെട്ട നാട്ടുകാർ, ചുറ്റുമുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ ടീം, അതായത് ഒന്നുകൂടി പറയുന്നത് എൻ്റെ ടീമിൻ്റെയും യഥാർത്ഥ സ്വപ്നം, യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഓൺട്രപ്രണർ ആവുക, അല്ലെങ്കിൽ ഞാൻ കേവലം ഒരു ഓൺട്രപ്രണർ ആവുക, ഒരു വ്യവസായി ആവുക, ഒരു ബ്രാൻഡ് ഹോൾഡ് ചെയ്യുക, അതിനുമൊക്കെ അപ്പുറം
വളരെ വലിയ ലക്ഷ്യം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാനും എൻ്റെ ടീമും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നും അതിനായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും ദുആയും ഉണ്ടാവണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. 10-25 വർഷമായി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആവുന്ന രീതിയിലൊക്കെ ചുറ്റുമുള്ള അർഹരായ മനുഷ്യരെ യാതൊരുവിധ പരിഗണനയുമില്ലാതെ മനുഷ്യത്വം എന്ന വികാരം മാത്രം നിലനിർത്തി ചെയ്തു പോകുന്ന ഈ സേവന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനിയും അനസ്യൂതം തുടരാൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മഹത്തായ ലക്ഷ്യം മുൻനിർത്തിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ, ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തുടരാതെ തന്നെ അതിനുവേണ്ടി ശ്രമിക്കാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും ഏവർക്കും സമൃദ്ധമായ സന്തോഷം നിറഞ്ഞ കളർഫുള്ളായിട്ടുള്ള ഓണാശംസകൾ നേർന്നുകൊണ്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു ആൾ. ഏവർക്കും സന്തോഷം തരുന്ന ഈ ധന്യമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാധ്യനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെയായ ഏറെ ബഹുമാനായ അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ